വിതുര താലൂക്ക് ആശുപത്രി ഫാർമസിയിൽ നിന്ന് വിതരണം ചെയ്ത ക്യാപ്സ്യൂളിൽ മുട്ടുസൂചി കണ്ടെത്തിയ സംഭവത്തിൽ വ്യക്തതയില്ലാതെ ആരോഗ്യവകുപ്പ്. മുട്ടുസൂചി പോലെ ചെറിയ വസ്തു മരുന്നിൽ എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ലെന്നും അന്വേഷണം പുരോഗമിക്കുന്നതായും അഡീഷണൽ ഡയറക്ടർ പറഞ്ഞു. ക്യാപ്സ്യൂൾ പുറത്തിറക്കിയ കമ്പനിയുടെ മുഴുവൻ സ്റ്റോക്കും ഫാർമസികളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഒരു മരുന്ന് പോലുമില്ല ആശുപത്രികൾ, ഉള്ള മരുന്നിലാണെങ്കിലോ മുട്ടുസൂചിയും. ഇതിന് വിശദീകരണവുമില്ല, അന്വേഷണം നടക്കുകയാണെന്ന് പറയുന്നു. എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഈ കാര്യവും എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രികളിൽ മരുന്നുമില്ല, ഉള്ള മരുന്നിലാണെങ്കിൽ മുട്ടുസൂചി എന്ന് പറയുന്ന അവസ്ഥയാണ്. വിതുര താലൂക്ക് ആശുപത്രിയിൽ ക്യാപ്സ്യൂളിൽ നിന്നും, അതായത് ട്യൂബ് ഗുളികയിൽ നിന്നും ഈ മുട്ടുസൂചി കണ്ടെത്തിയ സംഭവത്തിൽ വ്യക്തതയില്ലാതെയാണ് ആരോഗ്യവകുപ്പും ഡയറക്ടറും കുഴയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് അന്വേഷണം പ്രഖ്യാപിച്ചതല്ലാതെ ഇത് എങ്ങനെ ഈ ഗുളികയ്ക്കകത്ത് വന്നു എന്നുള്ള കാര്യത്തിൽ കണ്ടെത്താനായിട്ട് ഇതുവരെ ആശുപത്രി അധികൃതർക്കും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിനും ആരോഗ്യ ഡയറക്ടർക്കും സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഈ പ്രസ്തുത കമ്പനിയുടെ മരുന്ന് വിതരണം ഏതൊക്കെ മെഡിക്കൽ ഏതൊക്കെ ആശുപത്രികളിലാണ്, ഏതൊക്കെ സർക്കാർ ആശുപത്രികളുടെ ഫാർമസികളിലാണ് പ്രസ്തുത കമ്പനിയുടെ ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് താൽക്കാലികമായിട്ടാണെങ്കിൽ അവിടെയെല്ലാം ഈ മരുന്ന് വിതരണം നിർത്തലാക്കാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ പേര് ഇതുവരെ പുറത്തുവിടാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ നിലവിൽ കമ്പനിയുടെ മരുന്ന് വിതരണം നിർത്തലാക്കിക്കൊണ്ടുള്ള ഈ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റെന്ത് വസ്തുവാണെങ്കിലും നമുക്ക് അത് നെഗോഷ്യബിൾ, അല്ലെങ്കിൽ നമുക്കത് മാറ്റി നിർത്താൻ സാധിക്കും. പക്ഷേ ഈ ക്യാപ്സ്യൂളിനകത്ത് മുട്ടുസൂചി എന്ന് പറയുമ്പോൾ അത് അശ്രദ്ധ കൊണ്ട് വന്നതാണോ, അല്ലെങ്കിൽ അതെങ്ങനെ അതിനകത്ത് എത്തപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ രീതിയിൽ അന്വേഷണം നടത്തേണ്ടത് ആരോഗ്യവകുപ്പിന്റെ മാത്രം ചുമതലയും ബാധ്യതയുമാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ഇതൊരു ചെറിയൊരു വിഷയമായിട്ട് തന്നെ കണക്കാക്കുന്നത്. ഈ മുട്ടുസൂചി ക്യാപ്സ്യൂളിനകത്ത് കടന്നത് ഒരു ചെറിയ വസ്തുവായിട്ടാണ് ആരോഗ്യവകുപ്പ് കണക്കാക്കിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഈ ട്യൂബ് ഗുളികയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഉള്ളിൽ പോയി അതിൻ്റെ പുറമേയുള്ള ഷെല്ല് ബ്രേക്ക് ചെയ്താണ് ഈ ഗുളികയുടെ അകത്തുള്ള, അല്ലെങ്കിൽ ഈ ഗുളികയുടെ രാസവസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരുപക്ഷെ ഈ മുട്ടുസൂചി ഉണ്ടായിരുന്ന ഗുളിക കഴിച്ചിരുന്നുവെങ്കിൽ കഴിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ പോയി ഇത് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. അപ്പോൾ നിലവിൽ മുട്ടുസൂചി ലഭിച്ചൊരു സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഈ ഗുളിക വിതരണ കമ്പനി അതോടൊപ്പം തന്നെ ഗുളികയുടെ നിർമ്മാണ ഘട്ടവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നും ആരോഗ്യവകുപ്പിന് കണ്ടെത്താൻ സാധിക്കില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട ഫാർമസികളിലെ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപയാണ് കമ്പനികൾക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു അടിയന്തരമായിട്ടൊരു ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാനും ആരോഗ്യവകുപ്പിന് സാധിക്കില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടൊരു വിഷയം ഉണ്ടായിട്ട് ഒരുപക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ സർക്കാർ ആശുപത്രി സംവിധാനങ്ങളെയൊക്കെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടൊരു വിഷയം ഉണ്ടായിട്ട് പോലും, സാധാരണക്കാരെ ബാധിക്കുന്ന ഈ ഒരു വിഷയം ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലൊരു തീർച്ചയായും ടിൻഡു, സാധാരണക്കാർ പോകുന്ന ആശുപത്രിയിലാണ്. ശബ്ദം കേട്ടിട്ട് ടിൻഡുവിനും പനിയുടെ ലാഞ്ചനയുണ്ട് എന്ന് തോന്നുന്നു. സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഇത്തരം ഗുളികയൊക്കെ വാങ്ങുകയാണെങ്കിൽ അതൊക്കെ ഒടിച്ചു നോക്കിയോ അല്ലെങ്കിൽ അത് പൊളിച്ചൊക്കെ നോക്കിയോ കഴിക്കാവൂ എന്ന് പറയേണ്ടി വരും, അല്ലേ? അത്തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്.